കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദിനംപ്രതി കൂടുതൽ കടുക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. കേരളം ഒരു മഹായുദ്ധത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ആ യുദ്ധം നമ്മൾ ജയിക്കും എന്ന ശക്തമായ വാക്കുകളോടെ അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്ത് ഒരു ദുർബല യുഗം അവസാനിപ്പിച്ച് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കേണ്ട സമയമാണിതെന്ന് സതീശൻ ആരോപിക്കുന്നു. നിലവിലെ ഭരണത്തിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി അദ്ദേഹം രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നുവെന്നാരോപിച്ച് കേരളം വിവിധ മേഖലകളിൽ പിന്നോട്ടു പോകുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിലക്കയറ്റത്തിലും ചികിത്സാ ചെലവുകളിലും കേരളം രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. ജനങ്ങളുടെ നിത്യജീവിതം കഷ്ടതയിലാക്കുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന കടുത്ത പരാമർശവും അദ്ദേഹം നടത്തി. വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണെന്നും കാർഷിക മേഖല ഗൗരവമായ പ്രതിസന്ധിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീരപ്രദേശങ്ങളിൽ ദുരിതവും മലയോര മേഖലയിൽ കണ്ണീരും സാമൂഹികമായി പിന്നാക്ക വിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തി. ഇതിനൊപ്പം പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളും സതീശൻ ഉന്നയിച്ചു. ശബരിമലയിലുണ്ടായ സ്വർണ്ണ കവർച്ചയും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അദ്ദേഹം വീണ്ടും ഉയർത്തിക്കാട്ടി. ഇത്രയും വലിയ സംഭവങ്ങളിൽ പോലും ശക്തമായ നടപടികൾ എടുക്കാൻ ഭരണകൂടത്തിന് ധൈര്യമില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. പാർട്ടിക്കകത്തെ സംഭവങ്ങളും സതീശൻ പരാമർശിച്ചു. എം.പി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടതാണെന്നും ഒരേ സംഭവത്തിൽ വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. ഒരു വശത്ത് ഭരണവിരുദ്ധ ആരോപണങ്ങളും മറുവശത്ത് ജനങ്ങളുടെ അസന്തോഷവും ചേർന്ന കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റത്തിനുള്ള സാധ്യതകൾ ഉയരുന്നുവെന്നാണ് വിലയിരുത്തൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളൊരു മഹായുദ്ധത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ആ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കാരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിന്റെ പിറവി കേരളത്തിൽ ഉണ്ടാകണം എന്നാണ്. ഇവർ സമസ്ത മേഖലകളെയും തകർത്ത് കളഞ്ഞു, എല്ലാം കുട്ടിച്ചോറാക്കിയിരിക്കും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ചവിട്ടിത്താക്കിയിരിക്കും. രാജ്യത്ത് ഉടനീളം വിവിധ സംസ്ഥാനങ്ങൾ നോക്കിയാൽ എല്ലാത്തിലും കേരളം പിന്നിലേക്ക് പോകുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് ഒന്നാം സ്ഥാനം. എന്തിലാണ് ഒന്നാം സ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും പുറകിലേക്ക് പോകുന്നു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. വിദ്യാഭ്യാസ രംഗം കുളമായി. കാർഷിക മേഖലയിൽ തകർച്ചയായി. തീരപ്രദേശത്ത് സങ്കടങ്ങളായി. മലയോരത്ത് കണ്ണീരാണ്. പട്ടികജാതി പട്ടികവർഗക്കാരെ പോലും ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല. അവരെ ഗ്രാന്റ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. ക്ഷേമനിധികളെല്ലാം തകരുകയാണ്. എവിടേക്കാണ് ഈ ഗവൺമെന്റ് പോകുന്നത്? കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണം കവർന്നു വരാൻ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നതിൽ 3 ഉന്നതരായ CPM നേതാക്കൾ ജയിലിലായിരുന്നു. സ്വർണം മാത്രമല്ല കവർന്നത്, അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള അതിമനോഹരമായ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു, കോടികൾക്ക്. എന്നിട്ട് കോടതി പറയുന്നത് എന്താ? അതിനു പകരം ഈ കള്ളന്മാർ, കൊള്ളക്കാർ ഒരു വ്യാജ ശില്പം ചെമ്പിലുണ്ടാക്കി. അത്ര മിടുക്കന്മാരാണ്. എന്നിട്ട് അതാണ് അവിടെ കൊണ്ടുപോയി വച്ചിരിക്കുന്നത്. ഇത്രയും വലിയ കവർച്ച നടത്തിയ ആളുകൾക്കെതിരായി ഒരു അച്ചടക്ക നടപടിയെടുക്കാൻ ധൈര്യമില്ലാത്ത പാർട്ടിയാണ് CPM. എവിടെ പോയി ധൈര്യം? ഒരു കളവ് ചൂണ്ടിക്കാണിച്ചതിനാണ് കുഞ്ഞികൃഷ്ണ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. കളവ് ചൂണ്ടിക്കാണിച്ചത്. കട്ടവന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെ എന്താ നടപടിയെടുക്കാത്തത്? നടപടിയെടുത്താൽ വേറെ ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിയുടെയും പഴയ മന്ത്രിയുടെ ഒക്കെ പേര് പറയവര്. അത് പേടിച്ചിട്ടാണ് അവർക്കെതിരായി നടപടി എടുക്കാത്തത്. അവരിപ്പോഴും ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയൊക്കെയാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്ന് ജയിലിൽ കിടന്ന ആളുകൾ സ്വീകരിക്കാതിരുന്നത് ഭാഗ്യം. പൊതുസമ്മേളനം നടത്തി. അതുവരെ CPM ചെയ്യും. എന്തും ചെയ്യാൻ മടിക്കാത്ത പാർട്ടിയാണ്. ശ്രീ M.V. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി.
രസമാണ്. നവീൻ ബാബുവിന്റെ മരണമുണ്ടായി, അറിയാലോ. അതിന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി PP വിജയനെ ജയിലിൽ കിടക്കുന്നു. നമ്മുടെ ഗോവിന്ദനെ സമ്മതിക്കണം. ഗോവിന്ദൻ നേരെ പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി. നവീൻ ബാബുവിന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന്. എന്നിട്ട് അദ്ദേഹം ഭാര്യ PK ശ്യാമളയെ PPTV ജയിലിൽ ഇറങ്ങപ്പോ അവിടെ വിട്ടു. എന്നിട്ട് PPTVയോട് PK ശ്യാമള പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന്. ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? ഭർത്താവ് പോയി മരിച്ചു പോയവന്റെ കുടുംബത്തോടു കൂടി നിൽക്കാന്ന് പറയാം, ഭാര്യ പോയി പ്രതിയുടെ കൂടെയാണെന്ന് പറയാം. ഇങ്ങനെ ഒരു പാർട്ടി വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എന്നെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സംവാദത്തിന് ക്ഷണിച്ചു. ഞാൻ ത്രില്ലടിച്ചു വരും. 15 മിനിറ്റിനകം ഞാൻ അറിയിച്ചു, അങ്ങ് പറയുന്ന സമയത്തും അങ്ങ് പറയുന്ന സ്ഥലത്തും ഞാൻ എത്താം. അങ്ങ് ഏത് വിഷയം പറഞ്ഞാലും നമുക്ക് രണ്ടുപേർ കൂടി സംവാദം നടത്താം. ഞാൻ രാത്രി ഉറങ്ങിയില്ലെന്നു. 10 കൊല്ലം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായി ഈ കേരളം മുഴുവൻ നോക്കി നിൽക്കിയ ഒരു സംവാദം നടത്താൻ ഉറങ്ങിയില്ല. ശരി, പിറ്റേ ദിവസം രാവിലെ ആയപ്പോ മുഖ്യമന്ത്രി പറയും, ഞാനില്ല, ഞാൻ വേണമെങ്കിൽ ഫേസ്ബുക്കിൽ സംവാദം നടത്താം. ഈ ഫേസ്ബുക്കും മറ്റേ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇവിടെ നേരിട്ടുള്ള സംവാദമാണെങ്കിൽ ഇവിടെ ചോദ്യം ചോദിക്കുക, അപ്പം തന്നെ മറുപടി പറയും. ഫേസ്ബുക്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം കേൾക്കാത്ത മട്ടും പോവാം. വീട്ടിൽ ചോദ്യം കേട്ടിട്ടേ ഇല്ല. ഒരു ഉദാഹരണം പറയാം. ഞാൻ നോക്കിയപ്പോ കേരളം മുഴുവൻ ഭയങ്കര ബോർഡ്. ലൈഫ് മിഷനിൽ ഞങ്ങൾ 5 ലക്ഷം വീടുണ്ടാക്കി. കേരളം മുഴുവൻ ബോർഡ് വെച്ചേക്കുക. അതൊക്കെ നമ്മുടെ കാശാണ്, PRDയുടെ കാശാണ്. വെച്ചിട്ട് മാറ്റി അവർ നേരത്തെ തന്നെ സർക്കാരിൽ തന്നെ കാശ് കൊടുത്തു CPMന് ബോർഡ് വയ്ക്കാൻ. ഞാൻ ചോദിച്ചു, എത്ര വർഷം കൊണ്ടാ മാഷ ഈ 10 ലക്ഷം വീട് 5 ലക്ഷം വീട് വെച്ചത്? 10 കൊല്ലം കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, അതിന് മുമ്പ് വന്ന സർക്കാർ 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് വെച്ച് പൂർത്തിയാക്കി. ബാക്കി 50,000 വീടിന്റെ പണി തുടങ്ങി. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ 50,000 കൂടി ഇവരുടെ 5 ലക്ഷത്തിലേക്ക് കയറ്റി. അപ്പൊ യഥാർത്ഥത്തിൽ എത്രയാണ്? ഇവര് 10 കൊല്ലം കൊണ്ട് പണിതത് 4.5 ലക്ഷം വീട്. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് പണിതത് 5 ലക്ഷം വീട്. ഇത് ശരിയല്ലെന്ന് ഉടനെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പിറ്റേ ദിവസം പോസ്റ്റാണ്. ഈ മുഖ്യമന്ത്രിക്ക് ഇത് ആരെ എഴുതി കൊടുക്കണമെന്ന് എനിക്കൊരു സംശയം. നമ്മൾ ആരെങ്കിലും ആണെന്ന് എനിക്ക് സംശയമാണ് ചേരാൻ. കാരണം നല്ല പണിയാണ് കൊടുക്കുന്നത്. അത് എഴുതിയേക്കാണ് 4,000 വീട് പണിതിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. 4,000 വീട് പണിതിട്ടുള്ളത്. അപ്പൊ നമ്മളല്ലേ പറഞ്ഞത് 4,43,000 കണക്കില്ലാതെ ഡേറ്റയില്ലാതെ നമ്മളായിട്ടും പറയോ? ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായ KT ജലീലും AK ബാലനും നിയമസഭയിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി തന്നിരിക്കുന്നത് അങ്ങ് വെച്ചു. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിയമസഭയിൽ തന്നിരിക്കുന്ന ഉത്തരം അതാണല്ലോ ശരി, എല്ലാം ശരിയാണല്ലോ. അപ്പൊ അതിൽ എഴുതിയിരിക്കുകയാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ 4,43,000 വീട് വെച്ചു, 50,000 വീടിന്റെ പണി തുടങ്ങി. ഫേസ്ബുക്ക് ആയതുകൊണ്ട് പിന്നെ ഇതുവരെ അതിനെപ്പറ്റി മിണ്ടിയിട്ട് പോലും. നേരിട്ടാണെങ്കിലും മറുപടി പറയണ്ടേ? പിന്നെ മിണ്ടാട്ടുമില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ചോ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീട് പിണറായി സർക്കാർ വെച്ചു. 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 4,43,000 പ്ലസ് 50,000 5 ലക്ഷം. കുറച്ച് വീടിന്റെ കുറവിൽ വെച്ചു. ഇതാണ് ഇവരുടെ ഈ ക്യാപ്സ്യൂൾ. എന്നിട്ട് പറഞ്ഞോട് അങ്ങ് തള്ളി മറിക്കുകയാണ്. എന്നിട്ട് കേരളം മുഴുവൻ. പിന്നെ ഇദ്ദേഹം ഒരു ദിവസം നമുക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ. അപ്പൊ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി വിജയൻ. പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ പൊട്ടിത്തെറിക്കുന്നത്? 4 പതിറ്റാണ്ട് കാലം അവരുടെ മാതൃസംഘടനയായിരുന്ന ജമായത്ത് ഇസ്ലാമി നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടിയാണ്, ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ്, എന്താണ്, ജമായത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു, ജമായത്ത് ഇസ്ലാമി ഒരു മതേതര പ്രസ്ഥാനമാണ്. വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. അപ്പൊ പുള്ളി സമ്മതിച്ചു, ജമായത്ത് ഇസ്ലാമിയായിട്ട് ചില സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് ആരാ നുണ പറയുന്നത്?
ആരാ നുണ പറയുന്നത്? രണ്ടാമത്, RSSുമായി ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധമില്ല, എന്നെ RSS ടാർഗറ്റ് ചെയ്യാണ് കൊല്ലാൻ നോക്കിയത്. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ, അതായത് മനോരമയിലെ ന്യൂസ് എഡിറ്ററായ മനോരമ ന്യൂസിന്റെ ജോണി ലൂക്കോസായിട്ടുള്ള ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ പിണറായി വിജയൻ പറയാണ്, ചില കാലത്ത് ഞങ്ങൾ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ചില കാലത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്, അല്ലേ? അതിനല്ല അവസരവാദം. അപ്പൊ ചില കാലത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞു. അപ്പൊ ആരാ നുണ പറഞ്ഞത്? ഒരു ബന്ധമില്ലെന്ന്. 1977 ജനസംഘം, അതായത് BJPയുടെ പൂർവ്വരൂപം, RSS മാത്രമുള്ള സംഭവം, അവരുടെ പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പിണറായി വിജയൻ. നിഷേധിക്കാൻ പറ്റുമോ? ഇനി വേറൊരു തെളിവും കൂടി ഹാജരാക്കി തരാം, ഇവരുടെ കയ്യിലില്ല. 1977 മാർച്ച് 4 ദേശാഭിമാനി പത്രം, EMS ആണ് പത്രാധിപർ. ആ ദേശാഭിമാനി ഇവരുടെ കയ്യിലുണ്ടാവില്ല, നമ്മുടെ കയ്യിലുണ്ട്. 1977 മാർച്ച് 4 ദേശാഭിമാനി പത്രം എഡിറ്റോറിയൽ പേജിൽ ഇവര ലേഖനമാണ്. ലേഖനത്തിൽ പറയാണ്, ജനസംഘം മതേതര സംഘടനയാണ്, അതൊരു വർഗീയ പാർട്ടിയല്ല, അത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല. ഈ കോൺഗ്രസ്സുകാരാണ് അവര് വർഗീയ പാർട്ടിയാണെന്നും അവര് ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്നും വെറുതെ പ്രചരിപ്പിക്കുന്നത്. ജനസംഘത്തിന് വൈറ്റ് വാഷ്. CPMന്റെ ദേശാഭിമാനി എന്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ CPM നേതാക്കളെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളൊന്ന് പറ. ആ ദേശാഭിമാനി പത്രം ഞാൻ ഹാജരാക്കി തരാം. 1977 മാർച്ച് 4 തരം പോലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചരിത്രം കാണിക്കുന്നത്. അതാണ് ചെയ്തേക്കുന്നത് എല്ലാ കാലത്തും. CPM അന്നും ഇന്നും ചെയ്യുന്നത് അതാണ്. ഇപ്പൊ വെൽഫെയർ പാർട്ടി പിന്തുണച്ചപ്പോ പിണങ്ങിയ ആളുകൾ ഇപ്പൊ SDPI ഉണ്ട്, PDP ഉണ്ട്, RSS ഉണ്ട്, വലിയ പോണ എല്ലാവരെയും കൂടുകയാണ്. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി കൂടെ കൂട്ടുകയാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ പറഞ്ഞാലും എന്റെ അഭിപ്രായത്തിൽ ഭാഷാ പണ്ഡിതനുള്ള ഒരു അവാർഡ് കൊടുക്കുക. മലയാള ഭാഷയ്ക്ക് ഇത്രമാത്രം അതിമനോഹരമായ വാക്കുകൾ സംഭാവന ചെയ്ത ആരാളുള്ളത്? താമരശ്ശേരി ബിഷപ്പിനെ പറഞ്ഞത് നികൃഷ്ട ജീവി. എന്തൊരു വാക്കാണ്! 52 വെട്ടുവെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരനെ പറഞ്ഞത് കുലം കുത്തി. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ NK പ്രേമചന്ദ്രനെ പറഞ്ഞത് പരനാറി. 50 വർഷം കൂടെ നടന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ G സുധാകരനെ പറഞ്ഞത് പരമചറ്റ. ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് കൊടുക്കണ്ടേ? മലയാള ഭാഷയ്ക്ക് ഇത്രയും മനോഹരമായ വാക്കുകൾ സംഭാവന ചെയ്ത്. ഇനി കൂടെയുള്ളവന്മാരാണെങ്കിലോ ഇതുപോലെ വിധേയന്മാരെ ഞാൻ കണ്ടിട്ടില്ല. പിണറായി വിജയൻ ഇദ്ദേഹത്തെ പരമചറ്റ എന്ന് വിളിച്ചല്ലോ G സുധാകരന്. അപ്പൊ വേറൊരു പോളിറ്റ് ബ്യൂറോ അംഗം വരുവാണ്, ആര്? വിജയരാഘവൻ. ഓ, പരമചറ്റ എന്നുള്ളത് എത്ര ചാരുതയാർന്ന പ്രയോഗം, മനോഹരമായ പ്രയോഗം. പഴയ രാജകൊട്ടാരങ്ങളിലെ വിദൂഷകന്മാരെ പോലെ ഈ പിണറായി വിജയന്റെ ചുറ്റും വിദൂഷകന്മാരാണ്. അവരെല്ലാവരും കൂടി ഇയാളെ നശിപ്പിച്ച് ഇയാളെ ഏകാധിപതിയാക്കി മാറ്റി. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു വികസനം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് പോരട്ടെ, എന്തൊക്കെയാണ് 10 കൊല്ലം നടത്തിയതെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ. വികസനം ഞങ്ങൾ ചർച്ച ചെയ്യാന്ന്. അപ്പൊ ആദ്യം പറയാം, വിഴിഞ്ഞം തുറമുഖം ഞങ്ങൾ പൂർത്തിയാക്കി, ഞങ്ങളാണ് കൊണ്ടുവന്നത്. ആര്? പിണറായി വിജയൻ. ആരാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്ന? ആരാ? ശ്രീ ഉമ്മൻചാണ്ടി. UDF സർക്കാർ കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ അനുമതികളും വാങ്ങി എഗ്രിമെന്റ് ഉണ്ടാക്കി, ഇല്ലേ? കല്ലിട്ട് കൗണ്ട് ഡൗൺ വെച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. 2019 തീരണ്ട, നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുവാണെങ്കിൽ 2019 ഇവരാണ് വൈകിച്ച് 2024 തീർത്തു കഴിഞ്ഞ്. അന്ന് ഉമ്മൻചാണ്ടി ഇത് കൊണ്ടുവരുമ്പോ എന്താണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത്? വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി എന്താ പറഞ്ഞത്? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. എന്താ ദേശാഭിമാനി പത്രത്തിന്റെ ലീഡ് വാർത്ത? കടൽ കൊള്ള. കടൽ കൊള്ളയെന്നും 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നും CPM-ഉം പിണറായി വിജയനും പറഞ്ഞ അതിനെല്ലാം അതിജീവിച്ചാണ് ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നത്. തീർത്തപ്പോ പറയും നമ്മുടെയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്.
എട്ടുകാലി മമ്മൂഞ്ഞ് വെച്ചൊരു തകർപ്പൻ കഥാപാത്രമാണ് ബഷീർ സാഹിബിന്റെ. ഈ എട്ടുകാലി മമ്മൂഞ്ഞൊരു സ്വഭാവമുണ്ട്, ഉഗ്ര ക്യാരക്ടറാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ പിതൃത്വം അവകാശപ്പെടും. ഞാനത് ചെയ്തിരുന്നത്. ഇയാളെ കൊണ്ട് ശല്യ സഹിക്ക വയ്യാതെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ഒരു കഥ ഇറക്കി രാവിലെ ഒരു സുപ്രഭാതത്തിൽ. എന്താ കഥ? മനക്കിലെ പാറുക്കുട്ടി പ്രസവിച്ചു. മനക്കിലെ പാറുക്കുട്ടി പ്രസവിച്ചെന്നോ? എങ്കിൽ ആ കൊച്ചിന്റെ തന്ന താനമെന്നു അറിയുന്നു എട്ടുകാലി മമ്മൂഞ്ഞ്. പക്ഷെ മമ്മൂഞ്ഞിനെ അറിയില്ലായിരുന്നു മനക്കലെ പാറുക്കുട്ടി എന്ന് പറയുന്നത് ഒരു പിടിയാനയാണെന്നു. ഈ പിടിയാന പ്രസവിച്ചത് ആനക്കുട്ടിയാണെന്ന് അറിയുന്നു. ആ എട്ടുകാലി മമ്മൂഞ്ഞിനെ പറ്റിയ അബദ്ധം പിണറായി വിജയന് പറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയ നേതാവാണ്. ഇനി രണ്ടാമത്തെ പോരട്ടെ എന്ന് പറഞ്ഞു. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കി. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ കാലത്ത് ഈ ഗ്യാസ് കൊണ്ടുള്ള ലൈനാണ്. നമ്മുടെ കാലത്ത് അത് ഇട്ടുകൊണ്ടിരിക്കുക. എറണാകുളത്ത് അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് CPM നേതാക്കൾ തടഞ്ഞു. എന്നിട്ട് മാർച്ചാണ് അതിനെതിരായി. ഒരു CPM നേതാവ് പ്രസംഗിക്കുകയാണ്, ഇത് സൂക്ഷിക്കണം, ഗ്യാസ് ഇത് ഭൂമിക്കടിയിലൂടെ പോവുകയാണ്, ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ്, പൊട്ടിത്തെറിക്കുന്നത് ഗെയിൽ പൈപ്പില്. അങ്ങനെ പ്രസംഗിച്ച നേതാവ് ഇപ്പൊ പിണറായി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയാണ് P. രാജീവ്. എന്റെ കയ്യിൽ എന്ത് പ്രസംഗം, നമ്മളൊന്നും കളയില്ല, എല്ലാം നമ്മുടെ അടുത്തുണ്ട്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. എന്തൊരു തൊലിക്കെട്ടിയാണ്, എന്തൊരു തൊലിക്കെട്ടിയാണ്. നമ്മൾ സമ്മതിക്കണ്ടേ? തൊലിക്കെട്ടി എന്താണ് ഇവർ ചെയ്തത്? 10 കൊല്ലം ഒരു മേജർ പ്രോജക്ട് കാണിച്ചതാ നമ്മുടെ സർക്കാർ. വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവന്നു, കൊച്ചി മെട്രോ കൊണ്ടുവന്നു. ഇവർ 2016 പറഞ്ഞു ഞങ്ങൾ വന്നാൽ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലെ പോലെ നമ്മൾ ഉണ്ടാക്കിയ പോലെ മെട്രോ ഉണ്ടാക്കുന്നു. ഇവിടെ 10 കൊല്ലമായിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 10 കൊല്ലമായി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇവര് ഒന്നും ചെയ്തിട്ടില്ല. കേരളം തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് ഇവര് നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കേരളത്തെ കൈപിടിച്ചുയർത്തണം. നമ്മുടെ പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തി. എന്താ? ഇന്ദിരാ ഗ്യാരണ്ടി. എന്താ ഇന്ദിരാ ഗ്യാരണ്ടി? UDF അധികാരത്തിൽ ഒരു ബാധ്യത ഗ്യാരണ്ടി. എന്താ? സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC യാത്ര. എന്താ സ്ഥിതി? തീർത്ഥാടനത്തിന് പോവാം, നിങ്ങൾ ഗ്യാങ്ങായിട്ട് ടൂറ് പോവാം. മനസ്സിലായില്ലേ? UDF വരുമ്പോൾ UDF സർക്കാരിന്റെ അതിഥികളായി KSRTCയിൽ സ്ത്രീകൾ യാത്ര ചെയ്യും. പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നവർക്ക് 1000 രൂപ മാസം ധനസഹായം. അവര് പഠിച്ചു മിടുക്കികളായി കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ. ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സാ ചെലവ് കൂടുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ. അത് 3-1 കുറയ്ക്കാൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ ഇൻഷുറൻസ് പദ്ധതി. വയോജനങ്ങൾക്ക് അവരെ ചേർത്ത് നിർത്താൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വയോജന വകുപ്പ്. 2000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്താൻ പോയത്. നിരവധി പദ്ധതികൾ. നമ്മൾ അതിന്റെ കൂടെ ഈ 600 കിലോമീറ്റർ കടലുള്ള സ്ഥലത്ത് നമ്മൾ എല്ലാ തുറമുഖങ്ങളെയും സംയോജിപ്പിച്ച് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള മിഷൻ സമുദ്ര പദ്ധതി. 4 അന്താരാഷ്ട്ര എയർപോർട്ടുകളെയും സംയോജിപ്പിച്ച് 27 വ്യോമയാന പദ്ധതികൾ. ചെറുപ്പക്കാർക്ക് മാനേജ്മെന്റ് മെന്ററിനെയും ടെക്നോളജി മെന്ററിനെയും റിവോൾവിംഗ് ഫണ്ടും കൊടുത്ത് 10,000 സംരംഭങ്ങൾ തുടങ്ങാനുള്ള തൊഴിൽ സംരംഭ പദ്ധതി. അങ്ങനെ കേരളത്തെ കുറിച്ച് സ്വപ്നം കണ്ട് കേരളത്തിലെ മാറ്റം നമ്മുടെ മക്കളും അവരുടെ മക്കളും ജീവിക്കുന്ന ഈ കേരളത്തിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ, നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, നല്ല തൊഴിൽ കിട്ടി, സംരംഭങ്ങൾ നടത്തി അഭിമാനത്തോടെ ജീവിക്കാൻ, നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ UDF വരികയാണ്. നമ്മുടെ ടീം UDF പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതിയ കേരളത്തിന്റെ തുടക്കം. ഇവർ കേരളത്തെ പിന്നോട്ട് നടത്തി, നമ്മൾ കേരളത്തെ മുന്നോട്ട് കുതിപ്പിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം ഉറക്കെ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാൻ പോകുന്നത്? ഇത് ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും. നമുക്കറിയാം ഇവിടെ നടക്കുന്നത് എന്താ? CPM-ൽ നടക്കുന്നത് എന്താ? ഇതൊക്കെ ഈ മുൻപിൽ നിൽക്കുന്ന നേതാക്കൾ മാത്രമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ പറയുന്നു, CPM-ലെ മുതിർന്ന നേതാക്കന്മാർ
അവർക്ക് പുറകിലുണ്ട് മുതിർന്ന നേതാക്കന്മാർ. അപ്പൊ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിന്റെ പേരൊന്നും പറയുന്നില്ല. മുതിർന്ന നേതാക്കൾ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPM-ൽ കലാപമാണ്. ബംഗാളിൽ CPM ചിതറി വീഴാൻ 33 വർഷമെടുത്തെങ്കിൽ ഇവിടെ 10 വർഷം കൊണ്ട് പിണറായി വിജയനും കൂട്ടരും അവസാനത്തെ ആടിയിരിക്കുകയാണ്. ഇവരൊരു കോക്കസാണ്, ഉപജാപക സംഘമാണ്. നാട് മുഴുവൻ കൊള്ളയടിക്കുന്ന ഉപജാപക സംഘം. രക്തസാക്ഷികളുടെ ഫണ്ട് പിരിച്ചാൽ അത് അടിച്ചു മാറ്റില്ല. ഇവിടെ അടിച്ചു മാറ്റി, അഭിമന്യുവിന്റെ ഫണ്ട് അടിച്ചു മാറ്റി, തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ ഫണ്ട് അടിച്ചു മാറ്റി. വിഷ്ണുവിന്റെ കുടുംബം, CPM-ന് വേണ്ടി രക്തസാക്ഷിയായ വിഷ്ണുവിന്റെ കുടുംബം കോൺഗ്രസിൽ ചേർന്നു. ഞാൻ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് പുതുയുഗ യാത്രയ്ക്ക് വന്നത്. ഇപ്പൊ എന്താ അഭിമന്യുവിന്റെ സ്ഥിതി? CPM പറഞ്ഞത് SDPI-ക്കാരാണ് അഭിമന്യുവിനെ കൊന്നതെന്ന്. അഭിമന്യുവിന്റെ അമ്മ, തമിഴ്നാട്ടുകാരിയായ പാവം അമ്മയുടെ വിലാപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിലാപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പെറ്റ മകനെ എന്റെ റാസാവേ എന്ന് വിളിച്ച് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോകുന്ന ഒരു കരച്ചിലുണ്ടായിരുന്നു ആ അമ്മയുടെ. അത് മറന്നുപോയി CPM നേതാക്കൾ. നിങ്ങൾ അന്ന് ആഘോഷിച്ചു ആ അമ്മയുടെ കരച്ചിൽ. ഞാൻ പെറ്റ മകനെ എന്റെ റാസാവേ എന്ന് വിളിച്ച് ആ അമ്മയുടെ പൊട്ടിക്കരച്ചിൽ. ഇപ്പൊ അവർ SDPI ആയിട്ട് കൂട്ടുകൂടാൻ പോവാണ്. ഈ കുഞ്ഞിനെ കൊന്ന SDPI-യുമായിട്ട് അവർ കൂട്ടുകൂടാൻ പോവാണ്. ആലോചിച്ച് നിങ്ങൾ, ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പോയി ആദ്യം അഭിമന്യുവിന്റെ മാതാപിതാക്കളോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം നിങ്ങൾ ഈ ക്രൂരകൃത്യം ചെയ്യുന്നതിന്. അപ്പോൾ 4 വോട്ട് കിട്ടാൻ എന്ത് രാഷ്ട്രീയ, ഞാൻ പറയുന്നില്ല ചെറ്റത്തിലുള്ള വാക്ക്, അത് ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് ബോധ്യപ്പെട്ടു. നമുക്ക് തിരിച്ചു വരണം. ശ്രീ കുഞ്ഞികൃഷ്ണൻ ഇതിനെ ചോദ്യം ചെയ്ത ഒരാളാണ്, അല്ലെ? ധൈര്യത്തോടു കൂടി ചോദ്യം ചെയ്ത ആളാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം കൃത്യമായ നിലപാടുകളോടുകൂടി ഈ വൃത്തികേടിനെ, ഈ കൊള്ളയെ, ഈ തെമ്മാടിത്തരത്തെ മുഴുവൻ അദ്ദേഹം വിരൽ ചൂണ്ടി ചോദ്യം ചെയ്തു. ആ ധീരതയാണ്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം കാണിച്ച ധീരതയാണ്, അദ്ദേഹം എടുത്ത നിലപാടാണ് ഐക്യ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ UDF പ്രവർത്തകരോട് പറയുന്നു, നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇരട്ടി ജോലി ശ്രീ കുഞ്ഞകൃഷ്ണ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യണം. കേരളം അത് ആഗ്രഹിക്കുന്നു. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്ന് കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വ്യാജ കാർഡടിച്ചു തുടങ്ങിയത്. വ്യാജ കാർഡൊക്കെ അടിക്കുന്നവര് ചെവിയിലും നുള്ളിക്കോ. UDF ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. ചെവിയിലേക്ക് നുള്ളിക്കോ, നേരെ ജയിലിലേക്ക് പോകും. ജയിലിലിരുന്നാണ് ഈ ഏർപ്പാട്. ജയിലിലേക്ക് പോയവന്മാര് ജയിലിലിരുന്നാണ് ഫോണും പരിപാടിയും ഈ വ്യാജക്കാരും. അവിടെ ഇരുന്നാണല്ലോ എല്ലാ പരിപാടിയും. നാട്ടിലെ മയക്കുമരുന്ന് കച്ചവടം മുഴുവൻ അവിടെയാണ്. ജയിലിൽ കിടക്കുന്ന ആളല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് ജയിലിലുള്ളവർ. അറിയാലോ, TP ചന്ദ്രശേഖര കേസിൽ ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ്. ഭക്ഷണം തലേദിവസം എഴുതി കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചൈനീസ്, രാത്രി തന്തൂരി ചിക്കൻ. ഇതൊക്കെ നേരത്തെ കൊടുക്കാതെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്. കാരണം പേടിയാണ്. TP ചന്ദ്രശേഖര കേസിലെ ഗൂഢാലോചന ഈ പ്രതികൾ വെളിപ്പെടുത്തിയ ഇപ്പോ നടക്കുന്ന പല നേതാക്കന്മാരും ജയിലിൽ പോകും. ഇതാണ് കഥ. ഇതെല്ലാം പുറത്തു വരും. ഈ ഗൂഢാലോചന, കൊലപാതകം, ക്രൂരകൃത്യങ്ങൾ, കളവ്, കൊള്ള എല്ലാം UDF അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം പുറത്തു വരും. പിന്നെ ഉണ്ടാവില്ലത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് പയ്യന്നൂര് ഇതൊരു വലിയ പോരാട്ടമാണ്. എല്ലാ UDF പ്രവർത്തകരും വാശിയോടുകൂടി പ്രവർത്തിച്ച് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന ശ്രീ കുഞ്ഞികൃഷ്ണനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരുന്നു.